നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ നിവാ സന്തോഷ്. ഞാൻ ചക്കുള്ളി പ്രശാന്തി ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. എല്ലാവർക്കും പനിയാണ്. ഹോസ്പിറ്റലിൽ എല്ലാവരും വരും, 2-3 ദിവസമായിട്ടും ടെമ്പറേച്ചർ മാറുന്നില്ല, ചുമ മാറുന്നില്ല എന്നൊക്കെ പറയും. സ്വാഭാവികമായിട്ടും ബ്ലഡ് നോക്കും, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ബ്ലഡ് കൗണ്ട് നോക്കും. കൗണ്ട് നോക്കുമ്പോൾ മിക്ക ആൾക്കാരിലും കൗണ്ട്സ് ഹൈ ആയിരിക്കും. അപ്പോൾ എല്ലാവരും വന്നിട്ട് ചോദിക്കും, എന്തുകൊണ്ടാണ് ഡോക്ടറെ കൗണ്ട് കൂടുതലായിട്ടിരിക്കുന്നത്, എന്ത് കൗണ്ടാണ് ഇത്, എന്താണ് കാര്യം, ഇത് കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ എല്ലാവർക്കും സോഴ്സസ് ഉണ്ടല്ലോ, എല്ലാവരും സെർച്ച് ചെയ്യും. മിക്ക ആൾക്കാരുടെ ഒരു ടെൻഷനാണ് കൗണ്ട്സ് കൂടുതലാകുമ്പോഴത്തേനും ക്യാൻസർ ആണോ, അങ്ങനത്തെയുള്ള കുറേ ഇഷ്യൂസും അല്ലെങ്കിൽ കുറേ ഡൗട്ട്സും എല്ലാവരും വന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് ചെറിയൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിലെ വൺ ഓഫ് ദ മെയിൻ കൗണ്ട്സ് ആണ് ടോട്ടൽ ബ്ലഡ് കൗണ്ട് എന്ന് പറയുന്നത്. വെള്ള രക്താണു എന്ന് പറയും. ഇപ്പൊ വെള്ള രക്താണു എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ശരീരത്തിന്റെ സോൾജേഴ്സ് അല്ലെങ്കിൽ പട്ടാളക്കാരാണ് അവര്. നമ്മുടെ ശരീരത്തിൽ പല ടൈപ്പിലെ കീടങ്ങളുണ്ട്, ബാക്ടീരിയ, വൈറസ്, ഫംഗസ്. അപ്പൊ ഇവയെല്ലാം നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ അവരെ നശിപ്പിക്കുക എന്നുള്ള ജോലിയാണ് ഈ വെള്ള രക്താണുവിൻ്റെത്. അപ്പൊ എല്ലാവരും വിചാരിക്കും, വെള്ള രക്താണുവിന്റെ കൗണ്ട് കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം സൂപ്പർ ഹീറോസ് ആകുമെന്ന്. അങ്ങനെയല്ല ഒരിക്കലും. പല കാരണങ്ങളുണ്ട് വെള്ള രക്താണുക്കളുടെ അളവ് കൂടാനും അതുപോലെ തന്നെ കുറയുവാനും. അത് കാരണം നമ്മുടെ ശരീരത്തിൽ പല ബുദ്ധിമുട്ടുകൾ വരാനും സാധ്യതയുണ്ട്. നോർമൽ ടോട്ടൽ കൗണ്ട് എന്ന് പറയുന്നത് ഒരു മൈക്രോ ലിറ്റർ ബ്ലഡിൽ 4000 മുതൽ 11,000 വരെ ഒരു നോർമൽ ഒരു മനുഷ്യന്റെ അളവ് ഇത്രയും ആയിരിക്കും വേണ്ടത്. അപ്പം ഏതൊക്കെ അവസരങ്ങളിലാണ് ഈ കൗണ്ട്സ് കൂടുതലാകുന്നത് എന്ന് നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാൽ വെള്ളരക്താണുക്കളുടെ 5 വിധങ്ങളുണ്ട്. ന്യൂട്രോഫിൽസ് ഉണ്ട്, ലിംഫോസൈറ്റ്സ്, മോണോസൈറ്റ്സ്, ബേസോഫിൽസ് ആൻഡ് ഇയോസിനോഫിൽസ്. അപ്പൊ ഇതിൽ ഏറ്റവും എളുപ്പം ഇയോസിനോഫിൽസ് ആണ്. അവര് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നമ്മൾ ഈ പറഞ്ഞ അലർജി ഉള്ള ആൾക്കാർക്ക്, ആസ്തമ, അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്കിൻ അലർജി, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരിൽ സ്വാഭാവികമായിട്ടും ഇയോസിനോഫിൽസ് എന്നുള്ള വെള്ള രക്താണുവിന്റെ കൗണ്ട് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് നമ്മുടെ ശരീരത്തിൽ ന്യൂട്രോഫിൽസ് ആണ്. 50 മുതൽ 70% വരെ നമ്മുടെ ടോട്ടൽ കൗണ്ടിന്റെ ഭാഗമായിട്ട് വരുന്നത് ന്യൂട്രോഫിൽസ് ആണ്. സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ ഇപ്പൊ എന്തെങ്കിലും അണുബാധ വരുമ്പോൾ കൂടുന്ന ആളും ന്യൂട്രോഫിൽസ് തന്നെ ആയിരിക്കും. അപ്പൊ ഏതൊക്കെ അവസരങ്ങളിലാണ് ന്യൂട്രോഫിൽസ് കൂടുതലാവുന്നത് നമുക്ക് നോക്കാം. മെയിൻ ആയിട്ടും ഈ പറഞ്ഞതുപോലെ നമ്മൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, അണുബാധ, മെയിൻ കാരണം അതാണ് ന്യൂട്രോഫിൽസ് കൂടാനായിട്ട്. നമുക്ക് എന്തെങ്കിലും ഭയങ്കര സ്ട്രെസ്, ടെൻഷൻ അങ്ങനെയൊക്കെ വരുമ്പോഴേ ന്യൂട്രോഫിൽസിന്റെ കൗണ്ട് കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ എന്തെങ്കിലും ആക്സിഡന്റ്സ് വന്നിട്ട് മുറിവുകൾ വരിക, അതുപോലെ തന്നെ പൊള്ളല്, ബേൺസ് വരിക. പിന്നീട് വരുന്ന കാരണങ്ങളാണ് ന്യൂമോണിയ, നല്ല ശ്വാസം മുട്ടല്, കുറുകല്, അങ്ങനത്തെ അവസരങ്ങൾ, അപ്പൻഡിസൈറ്റിസ്, അപ്പൻഡിക്സിൽ പഴുപ്പ് വന്നിട്ട് ഇൻഫെക്ഷൻ വരിക. ഇങ്ങനത്തെയുള്ള കാരണങ്ങളിലാണ് ന്യൂട്രോഫിൽസിന്റെ അളവ് കൂടുതലായിട്ട് കാണപ്പെടുക. പിന്നീട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ പുക വലിക്കുന്ന, സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരിൽ പോലും ന്യൂട്രോഫിൽസിന്റെ അളവ് ഒരു പരിധിയിൽ കൂടുതൽ കാണാറുണ്ട്. അടുത്ത വെള്ള രക്താണുവിന്റെ കൂട്ടത്തിലുള്ളതാണ് ലിംഫോസൈറ്റ്സ്. ശരിക്കും പറഞ്ഞാൽ 20 മുതൽ 40% വരെയാണ് ലിംഫോസൈറ്റ്സിന്റെ അളവ് കാണപ്പെടുന്നത്. അപ്പൊ അത് ഒരുപാട് കൂടുതലാവുന്ന, ഇപ്പം ഒരുപാട് നാള് പനി നിൽക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ TB, ക്ഷയരോഗം, HIV, AIDS അങ്ങനത്തെയൊക്കെ അസുഖങ്ങളിലാണ് ലിംഫോസൈറ്റ്സിന്റെ കൗണ്ട് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഈ പറഞ്ഞതുപോലെ വെള്ള രക്താണു കൂടുന്ന കണ്ടീഷൻസ് ആണ് ഓൾമോസ്റ്റ് ഇത്രയും കാര്യങ്ങൾ. ഇത് കൂടിയതുപോലെ തന്നെ വെള്ള രക്താണുവിന്റെ അളവ് കുറയാനും ചാൻസ് ഉണ്ട്. കുറയുക എന്ന് പറഞ്ഞാൽ കൂടുതലും വൈറൽ ഇൻഫെക്ഷൻസ്, വൈറസുകൾ നമ്മുടെ ശരീരത്തിൽ കയറുമ്പോഴാണ് വെള്ള രക്താണുവിന്റെ കൗണ്ടുകൾ സാധാരണയായി കുറഞ്ഞു കാണപ്പെടുന്നത്. അതിപ്പം വൈറസ് എന്ന് പറഞ്ഞാൽ ഡെങ്കു, അതുപോലെ തന്നെ നമുക്ക് 2 വർഷം മുന്നേ കോവിഡ് ഉണ്ടായിരുന്നു, കോവിഡ്, അതുപോലെ ഇപ്പം H1N1, കുഞ്ഞുങ്ങൾക്കെല്ലാം ഉള്ളതാണ് H1N1. ഇപ്പം സ്കൂളിൽ പഠിക്കുന്ന മിക്ക കുട്ടികൾക്കും എല്ലാവർക്കും തൊണ്ടവേദന, ചൂട് ഇതൊക്കെ വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ H1N1 ഇൻഫ്ലുവൻസ പോസിറ്റീവായി കാണാറുണ്ട്. H1N1ന്റെ സമയത്തും ഈ പറഞ്ഞതുപോലെ WBC കൗണ്ട് കുറഞ്ഞു കാണപ്പെടും. അതുപോലെ തന്നെ ക്യാൻസർ വന്നിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാർ, കീമോതെറാപ്പി, റേഡിയേഷൻ അങ്ങനെയുള്ള ആൾക്കാരിലും നോർമലി WBC കൗണ്ട് കുറഞ്ഞായിരിക്കും കാണപ്പെടുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ഈ WBC കൗണ്ട് വ്യാഖ്യാനിക്കാം? ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാവരും വന്നിട്ട് ഇത് ക്യാൻസർ ആണോ എന്നാണ് നമ്മളുടെ അടുത്ത് ആദ്യം ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ശരീരത്തിൽ ഒരു മൈക്രോ ലിറ്റർ ബ്ലഡിൽ വരേണ്ടത് 4000 മുതൽ 11,000 വരെയാണ് നോർമൽ WBC കൗണ്ട് അല്ലെങ്കിൽ ടോട്ടൽ കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അളവ് ഈ പറഞ്ഞതുപോലെ ഒരു 20,000 വരെയൊക്കെ അടുക്കുമ്പോഴത്തേനും, ഇപ്പൊ ഈ 10,000 മുതൽ 20,000 വരെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ചെറിയ ബാക്ടീരിയ കയറുകയോ ചെറിയ കഫക്കെട്ട് അങ്ങനത്തെയൊക്കെയുള്ള അവസരങ്ങളിലാണ് ഈ 10,000 മുതൽ 20,000 വരെ നമ്മൾ പറയുന്നത്. ഇനി 20,000 മുതൽ 30,000 വരെ കൗണ്ട് വരുമ്പോഴത്തേന് കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻസ് ലൈക്ക് ന്യൂമോണിയ, അതല്ലെന്നുണ്ടെങ്കിൽ സിവിയർ യൂറിൻ ഇൻഫെക്ഷൻ അങ്ങനത്തെയൊക്കെ വരുന്ന, ഈ പറഞ്ഞതുപോലെ ഉള്ളിൽ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിനകത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരിക, ചെറിയ സർജറി അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ 20,000 മുതൽ 30,000 വരെ കൗണ്ട് കാണപ്പെടുന്നതാണ്. 30,000 മുതൽ 40,000 എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവത്തിലും നല്ലതുപോലെ അണുബാധ ബാധിക്കുക, നമ്മുടെ സിവിയർ സെപ്സിസ് എന്ന് നമ്മൾ പറയും. അതായത് ഒരു മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിൽ മൊത്തത്തിലുള്ള ഒരു ബാക്ടീരിയ
ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുമ്പോഴാണ് ഇത്രയും 30,000 മുതൽ 40,000 വരെ കൗണ്ട് കൂടുതലായിട്ടും കാണപ്പെടുക. പിന്നെ വലിയ ആക്സിഡൻസ് വന്നിട്ട് വലിയ മുറിവുകൾ വരിക, വലിയ സർജറീസ് നടത്തുക, ആ ഒരു സമയത്തൊക്കെ നോർമലി നമ്മുടെ ശരീരത്തിൽ അണുബാധയുടെ കൗണ്ട് കൂടുതലായിരിക്കും. പിന്നീട് 50,000 മേളിലോട്ട്, അതല്ല എന്നുണ്ടെങ്കിൽ 1,00,000 മേളിലോട്ടൊക്കെ ടോട്ടൽ കൗണ്ട് കൂടുതലാവുന്ന സാഹചര്യങ്ങളിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബ്ലഡ് ക്യാൻസർ അല്ലെങ്കിൽ ലുക്കീമിയ എന്ന് നമ്മൾ പറയും. ആ ഒരു സാഹചര്യത്തിലൊക്കെയാണ് ശരിക്കും നമ്മൾ ക്യാൻസറിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം തന്നെ ഉള്ളത്. അപ്പം അത് നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മജ്ജയിൽ നിന്ന് എടുത്ത് ടെസ്റ്റ് ചെയ്യും. അതുപോലെ ബ്ലഡിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൗണ്ട്സ്, പെരിഫറൽ സ്മിയർ എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനത്തെയൊക്കെ ടെസ്റ്റുകൾ ചെയ്തിട്ടാണ് നമ്മൾ ക്യാൻസർ ആണോ അല്ലയോ എന്നൊക്കെ നമ്മൾ കൺഫേം ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു അളവിൽ 11,000 അല്ലെങ്കിൽ 20,000 എന്തെങ്കിലും കാരണങ്ങളോടുകൂടി, ഇപ്പം ചൂട്, ചുമ, അല്ലെങ്കിൽ വയറുവേദന, ലൂസ് മോഷൻ, അങ്ങനത്തെയൊക്കെ ഉള്ള അവസരങ്ങളൊക്കെ വരുമ്പോഴത്തേന് നോർമലി പറഞ്ഞതുപോലെ 20,000 അല്ലെങ്കിൽ 20,000 വരെയൊക്കെ കൗണ്ട് കൂടുതലായിട്ട് തന്നെ കാണപ്പെടും. അത് ഡോക്ടറെ കാണിക്കുക, അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക, അത്രയൊക്കെ തന്നെ ചെയ്യുക. അതിനെക്കുറിച്ച് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ 3 മാസം കണ്ടിന്യൂ നോക്കുമ്പോൾ നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, നോർമലി ഇരിക്കുന്ന ഒരു അവസരങ്ങളിൽ പോലും നമുക്ക് ഈ പറഞ്ഞതുപോലെ 25,000 ഒക്കെ കൗണ്ട് കാണുവാണെന്നുണ്ടെങ്കിൽ അതും റിപ്പീറ്റ് ആയിട്ട് നമ്മളൊരു 3 പ്രാവശ്യമൊക്കെ നോക്കുമ്പോഴത്തേനും അത്രയും കൗണ്ടൊക്കെ കൂടുതലായിട്ട് കാണുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ബ്ലഡ് നോക്കുക. അതല്ല ഈ പറഞ്ഞതുപോലെ കഫക്കെട്ട്, എന്തെങ്കിലുമൊക്കെ പനി, സുഖങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ നോർമലി കൗണ്ട് കൂടുതലായിരിക്കും. അതിനൊന്നും നമ്മൾ വിഷമിക്കേണ്ട കാര്യമോ ടെൻഷൻ അടിക്കേണ്ട കാര്യമോ ഒന്നുമില്ല. കറക്റ്റ് ആയിട്ട് ഡോക്ടറെ കാണിക്കുക, എന്താണോ അസുഖമുള്ളത് അതിനനുസരിച്ച് മെഡിസിൻ എടുക്കുക. അപ്പൊ ഞാൻ ഇപ്പം ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ മാത്രമേ ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, താങ്ക് യു.